ഹലോ പ്രിയ കൂട്ടുകാരെ, 5 മിലി എന്ന ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ക്ഷേത്ര ദർശനമാണ് ഞങ്ങൾ ആദ്യമായിട്ടിടുന്ന വീഡിയോ. ഇത് സാത്വികയും സാൻവികയും. കാത്തിരുന്ന് വിഷമിച്ച സാൻവിക കലിപ്പിലാകുന്നത് നമുക്കൊന്ന് കണ്ടാലോ. എന്താണ് കുറുമ്പെടുക്കണത്? ഞാൻ കുറുമ്പെടുക്കും. സനാപ്പിയുടെ ഫയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി തച്ചൂസിന് ടാറ്റയും കൊടുത്ത് അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. വല്യേച്ചിയുടെ മടിയിൽ കിടന്ന് കുഞ്ഞനീത്തി ഓറഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ടെത്തി. തൃപ്രയാറുള്ള ആവണങ്ങാട്ട് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അകത്ത് വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദർശനം കഴിഞ്ഞ് നേരെ ഊട്ടുപുരയിലേക്കാണ് പോയത്. ഊട്ടുപുരയിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കിട്ടി. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇവിടെ വന്ന് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. സനാപ്പി കഴിക്കലൊക്കെ മതിയാക്കിയിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് നടന്നു വരികയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിഞ്ഞിറങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ അമ്പലക്കുളം ഒന്ന് കണ്ടാലോ. പിന്നീട് ഞങ്ങൾ പോയത് പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ കൊത്തുപണികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മുഴുവനിരുന്ന് ഷൂട്ട് ചെയ്താലും ഇവിടുത്തെ കൊത്തുപണികളെടുത്ത് തീരൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് തൊഴാൻ കയറി. അവിടെയുള്ള ആനയുടെ പ്രതിമ കാണാം കേട്ടോ. ആനയുമായി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കാഴ്ചകൾ കാണാം. മഹിഷിയുടെ പ്രതിമ, ശ്രീ വിഷ്ണുമായുടെ ശില്പം. ഇനി ഇവിടുത്തെ അമ്പലക്കുളം ഒന്ന് കാണാം. പലവിധ വാദ്യോപകരണങ്ങളും പിടിച്ചിരിക്കുന്ന 12ഓളം ഗണപതികളുടെ വിഗ്രഹമുണ്ട് ഇവിടെ. കാണുന്നവരെല്ലാം വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതിമകളും ശില്പങ്ങളും ഇവിടെ ഈ അമ്പലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും അതിമനോഹരമായിട്ടുള്ള പ്രതിമകളും ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൻ്റെ വലതും ഇടതുമായിട്ടിരിക്കുന്ന മഹിഷിയുടെ പ്രതിമകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മഹിഷിയുടെ കഴുത്തിലിട്ടിരിക്കുന്ന മണിയടിക്കുകയാണ് സാത്തിയും സനയും. മണിയില്ലാത്ത മാലയിൽ മണിയടിക്കാൻ ചെന്ന സാൻവിക ചമ്മിപ്പോയി.
അങ്ങനെ അവിടെയും ഞങ്ങൾ തൊഴുതിറങ്ങി. ഇനി ഇവിടുത്തെ അമ്പലക്കുളവും നമുക്ക് കണ്ടാലോ. ദേവീദേവന്മാരുടെ അതിമനോഹരമായ ശില്പങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു അമ്പലക്കുളം. ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യസ്വാമി, അങ്ങനെ ഒട്ടുമിക്ക ദേവീദേവന്മാരുടെയും ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പുറപ്പെട്ടു. വണ്ടിയിലിരുന്ന് തന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ക്ഷീണം കൊണ്ട് സാൻവികയും തൻവികയും ഉറക്കത്തിലായി. പോരുന്ന വഴി ചായ കുടിക്കാനായി ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തി. മസാല ദോശയും ജ്യൂസും ഓർഡർ ചെയ്തു. വിശപ്പ് മാറിയപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.